ഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും. പക്ഷേ ആരും ആരെയും ഒന്നും അറിയിക്കില്ല എന്ന് മാത്രം. നിങ്ങൾ ഒരാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണ്ണമായ കഥ മറ്റുള്ളവരോട് പറയാറില്ല. നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനുമായിട്ടുള്ള ഭാഗികമായ കഥ മാത്രമേ അയാൾ പറയാറുള്ളൂ. നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുക തന്നെ ചെയ്യും. അത് കണ്ടെത്താൻ മെനക്കെടണമെന്ന് മാത്രം. ആത്മവിശ്വാസമാണ് പ്രധാനം. സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക, തന്നിൽ വിശ്വസിക്കുക, തന്നെ സ്നേഹിക്കുക. അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം. അറിവ് എല്ലായിടത്തു നിന്ന് കിട്ടും, എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്നും മാത്രമായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും. എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അത് ഒരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാകുകയില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരും, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ്. അതുപോലെ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാകും. എന്നാലും ജീവിക്കുക. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവം അവർക്കും ഉണ്ടാകണം. സന്തോഷമായിരിക്കാൻ 2 വഴികളുണ്ട്. നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. നിങ്ങൾക്ക് തെറ്റു പറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തുന്നു. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ്. ഒരു പുരുഷനെ കാണുമ്പോൾ സ്ത്രീകൾ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അയാളുടെ സ്വഭാവമാണ്. തളരാത്ത പ്രത്യാശകൾക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.